Hey guys, welcome back. The God, the greatest of all time, തലപതി വിജയ് അഭിനയിച്ച വെങ്കട് പ്രഭു ഡയറക്റ്റ് ചെയ്ത യുവൻ ശങ്കരാജിൻ്റെ കിടിലം സോങ്ങുമായി ഇറങ്ങിയിരിക്കുന്ന കിടിലം സോങ് എന്നൊന്നും പറയല്ലേ, അത്ര കിടിലം അല്ലാത്ത സോങ്ങിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അപ്പോൾ അതിൻ്റെ റിവ്യൂമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചെറിയൊരു തൊണ്ടയ്ക്കൊരു ഇടർച്ചയുണ്ട്, കാരണം തിയേറ്ററിൽ നല്ല ആർത്ത് വിളിച്ച് വിസിലൊക്കെ അടിച്ച് വന്നതുകൊണ്ടാണ്. അപ്പോൾ ഗോട്ടിൻ്റെ വിശേഷങ്ങളും റിവ്യൂ അറിയാൻ നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ബാ പറഞ്ഞു തരാം ഗൈസ്. He is a goat of sats. അയ്യയ്യോ 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 അയ്യയ്യോ. ഞാൻ രാത്രിയാണ് ഈ ഗോട്ടിൻ്റെ റിവ്യൂ ഇടുന്നത്, കാരണം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ജോലിക്കൊക്കെ പോയി വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. രാവിലത്തെ 4 മണിക്ക് ഷോ ഒക്കെ കണ്ടുപോയവരൊക്കെ പറയുന്നത് ഇത് ഒരു മോശം പറയാൻ പറ്റില്ല, ആവറേജ് ആണെന്നൊക്കെ പറഞ്ഞിറങ്ങി വന്നവരൊക്കെ ഉണ്ട്, കുറേ പേരുണ്ട്. എൻ്റെ ഓഫീസിൽ തന്നെ ഒരുപാട് പേര് ഒരു ആവറേജ് ആണ്, പ്രതീക്ഷ അത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ പോയെ, കാരണം ട്രെയിലർ ഫസ്റ്റ് ലുക്ക് തൊട്ട് ഈ പടത്തിൻ്റെ ലാസ്റ്റ് പ്രൊമോ സോങ് വരെ ഇറങ്ങിയിരിക്കുന്നത് എല്ലാം എനിക്ക് വർക്കായിട്ടില്ല. എനിക്ക് ഒരു തരത്തിൽ പോലും ഒരു ഹൈപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം പോലും ഗോട്ടൊന്നും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പടം ഫസ്റ്റ് പോയി കണ്ടില്ല. ഞാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് സാവധാനമല്ലേ ആശ്വാസമായിട്ടാണ് പടം പോയി കണ്ടത്. ബട്ട് ഞാനിത് കണ്ടപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ല ഗൈസ്, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതാണ് ഞാൻ ഈ പടം മൊത്തം കാണുന്നത്. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരം എന്ന് വെച്ചാൽ അവളോ അല്ല, ഗുഡ്, ഒരു നല്ല സിനിമ, വിജയുടെ ഒരു നല്ല സിനിമ കണ്ടൊരു ഫീല്. കാരണം ഈ കഥ വിജയ്ക്ക് വേണ്ടി തന്നെയാണോ ഈ വെങ്കട് പ്രഭു ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല വിജയ് ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ സമ്മതിച്ചു എന്നുള്ള കാര്യത്തിൽ. ഇനി വിജയ് ഈ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്ത സിനിമയാണോ എന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ഇത് കുറച്ച് എനിക്ക് ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നി. ഒരുപാട് വെങ്കട് പ്രഭുവിന് ഇൻ്റർവ്യൂ ഒക്കെ കണ്ടവർക്കറിയാം, പിന്നെ ചെറിയ ഇൻസ്റ്റാഗ്രാമിൽ വന്ന റൂമേഴ്സിലൊക്കെ കേട്ടവർക്കറിയാം, ഒരുപാട് സംഭവങ്ങളുണ്ട്, സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നത് സത്യമാണ്. ഒരുപാട് സർപ്രൈസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ഓണം തൂക്കിയത് ഗോട്ട് തന്നെയായിരിക്കും, വേറൊരു സിനിമ ഇറങ്ങിയില്ലെങ്കിൽ. ഇനി അങ്ങോട്ട് ഒരു 2-3 ആഴ്ചത്തേക്ക് എന്തായാലും സിനിമയൊന്നും റിലീസിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഗോട്ട് നല്ല പോലെ കളക്ഷൻ നേടാൻ നല്ല ചാൻസസ് ഉണ്ട്. ഈ പടം എന്തായാലും തമിഴ്നാട്ടിൽ സൂപ്പർ ഹിറ്റായിരിക്കും. കേരളത്തിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ തമിഴ്നാട്ടിൽ ഈ പടം സൂപ്പർ ഹിറ്റായിരിക്കും. മൊത്തത്തിൽ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ പടത്തിൻ്റെ മ്യൂസിക് വൻ ബോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരെ നല്ല കച്ചറായിട്ടുണ്ട്, നമുക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ പാട്ടിൻ്റെ എല്ലാ പാട്ടും നമ്മൾ കേട്ട വിസിൽ പോടൊക്കെ പറയാനുള്ള വിസിൽ പോടൊക്കെ നമ്മൾ വിചാരിച്ച ആ ഗുമ്മ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ പാട്ടുകളൊന്നും നമുക്ക് ഗുമ്മ് കിട്ടിയിട്ടില്ല. ബസ് ആ പാട്ടിലേക്ക് അവർ വീണ്ടും റീവർക്കൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. ജസ്റ്റ് അതൊക്കെ പോട്ടെ. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വിജയ് രക്ഷകനായി വന്നതിൽ എനിക്ക് കുറച്ച് ഡിഫറെൻ്റായിട്ട് തോന്നിയത് കഥ ഇതാണ്. ഇളയ ദളപതി ആയാലും നല്ല പെർഫോമൻസാണ്. വിജയ് നല്ല പോലെ ആക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ പുള്ളിയുടെ ഒക്കെ വിജയുടെ ഒരു എന്താ പറയുക, ചിലവർ പറയും മോശം ആക്ടിങ് ആയിരുന്നു, പുള്ളി അല്ലെങ്കിൽ നല്ല അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. ഒരു കരയണ സീനൊക്കെ, ഇമോഷൻ സീൻസൊക്കെ നല്ല ഗംഭീരമായിട്ട് സാധാരണ വിജയ് ചെയ്തതിനേക്കാൾ കുറച്ചും കൂടെ നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്കത് നല്ലോണം ഫീൽ ചെയ്യും. ഞാൻ പോലും ചിന്തിച്ചു ഇത് വിജയുടെ പടമാണോ, ഇത് ചിന്തിച്ചു പോയി. സത്യം പറഞ്ഞ വിജയുടെ സിനിമയാണെന്ന് പോലും തോന്നാത്ത രീതിയിലായിരുന്നു വിജയ് ഇത് അഭിനയിച്ചു വെച്ചത്. இப்பெல்லாம் அலோஃபா சுத்திட்டு இருக்காரு, வீட்டுக்கு டைமுக்கு வரதில்லை. ആൻഡ് ഈ പടം കണ്ടിട്ട് എനിക്ക് മോശം പറയാമെന്ന് പറഞ്ഞാൽ എനിക്ക് മോശം പറയാൻ അങ്ങനെ VFX മാത്രമേ എനിക്ക് മോശം പറയാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ AI വെച്ചിട്ടുള്ള വിജയുടെ ചെറുപ്പകാലം കാണിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇളയ ദളപതി എന്നുള്ള ക്യാരക്ടറെ കാണിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. ആ സംഭവമൊക്കെ ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ആ പടം കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം വെച്ചാൽ അത്രയ്ക്കും
അവർ നല്ല ഗംഭീരമായിട്ടാണ് അത് ആ സീൻ അവർ അഭിനയിച്ചിരിക്കുക ആ സംഭവം VFX ചെയ്തു വെച്ചിരിക്കണം. ആ AI സംഭവം ചെയ്തു വെച്ചിരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. ചെറുതൊക്കെ ഉണ്ട്, അത് അവരുടെ ബഡ്ജറ്റിൻ്റെ കുറവുകൊണ്ടും നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റിയുടെ കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ അത് അവർ നല്ല മാക്സിമം എത്ര നന്നാക്കാൻ പറ്റുമോ അവർ അത്രയ്ക്ക് നന്നാക്കിയിട്ടുണ്ട്. ഇല്ലപ്പാ, യു ആർ ഇൻ ഡേഞ്ചർ. എനിക്ക് ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഗുഡ് ഫിലിമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇത് തിയേറ്റർ മസ്റ്റ് വാച്ച് തന്നെയാണ് തിയേറ്ററിലും. പിന്നെ വെങ്കട് പ്രഭു ഈ പടം ചെയ്യാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. അയ്യോ വിജയാണല്ലോ അഭിനയിക്കണേ, അന്ന് ഈ സീൻ വേണ്ട, അല്ലെങ്കിൽ വേണ്ട ഈ സീൻ എടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഈ സീൻ എടുക്കാം. അങ്ങനെ ചില സ്ഥലത്ത് കൺഫ്യൂസ്ഡ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ സീൻസൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെ എനിക്ക് അവിടെ ഇവിടെ ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ബട്ട് ഓക്കെ, നമുക്കിത് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് ഈ ഓണം അടിച്ച് പൊളിച്ച് ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ടോ, കുഴപ്പമില്ല, ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയൊരു സിനിമയാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം അങ്ങനെ മിക്സഡ് റിവ്യൂ വരാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് ഗോട്ട്. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാം, ഓണത്തിനൊക്കെ പോയിരുന്ന് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. നല്ല തിയേറ്ററിൽ പോയി കാണാം. ഞാൻ കണ്ട തിയേറ്ററിൽ നല്ല വോളിയം ഉണ്ടായിരുന്നു, എൻ്റെ ചെവി ചെറുതായിട്ടൊന്നും ഇതായിപ്പോയി. കുറച്ച് നേരത്തേക്ക് ഒരു മൂളിച്ച മാത്രം ഉണ്ടായുള്ളൂ. നിങ്ങൾ പടത്തിൻ്റെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള പടത്തിൽ വെങ്കട് പ്രഭു ഡയറക്ടർ, വെങ്കട് പ്രഭു ഹീറോ എന്നൊക്കെ എഴുതി കാണിച്ച് ഉടനെ തന്നെ എഴുന്നേറ്റ് പോകരുത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനം കൂടെ ഉണ്ട്, അതും കൂടെ കണ്ട് തീർത്ത് BTS വീഡിയോ കൂടെ ഉണ്ട്, ബ്ലൂപ്പേഴ്സ് BTS വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ കണ്ട് തീർത്തിട്ട് നിങ്ങൾ പടത്തിൽ നിന്ന് ഇറങ്ങിയാൽ മതി. നല്ല ഒരു സംഭവം ഉണ്ടായിരുന്നു, മിസ്സാവരുത്. ബിക്കോസ് കുറേ പേരൊക്കെ ഇറങ്ങിപ്പോയിരുന്നു പടത്തിൽ നിന്ന്. പടം ആ പേര് എഴുതി കാണിച്ചപ്പോൾ തന്നെ കുറേ പേര് പോയിരുന്നു. അപ്പോൾ ആ സീൻ നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾ അത് മുഴുവനും കണ്ട് തീർത്തിട്ട് ഇറങ്ങി വരാൻ പാടുള്ളൂ. ചില സംഭവങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ. അപ്പോൾ ദിസ് ഇസ് മൈ വീഡിയോ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അപ്പോൾ എല്ലാ തലപതി വിജയ് ഫാൻസിനും ബൈ ബൈ.